ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ഏവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ ആഴ്ചയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച 2024 ഓഗസ്റ്റ് മാസം ആദ്യ ഞായറാഴ്ച കാണുവാനും ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, കർത്താവിൻ്റെ പാദങ്ങളെ ചുംബിക്കുവാൻ, തിരുവചനം കേൾക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായും തലമുറ തലമുറയായി ഞങ്ങളുടെ സഹായനും ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയുമായി ഞങ്ങളുടെ കരം പിടിച്ച് വഴി നടത്തുന്ന ജീവനുള്ള സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, കർത്താവെ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് അവിടെ ഞങ്ങളുടെ നല്ല പങ്കായിരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്ന പിതാവെ, ദൈവമായ കർത്താവെ, ഒരു പുതിയ മാസം 2024 വർഷത്തിലെ 8ാം മാസത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ അപ്പ. കഴിഞ്ഞ 7 മാസങ്ങൾ അത്ഭുതകരമായി ദൈവം നടത്തിയല്ലോ. വിഷമതകളിലും ഭാരങ്ങളിലും സങ്കടങ്ങളുടെ നടുവിലും അപ്പ, പ്രതീക്ഷകളുടെ നടുവിലൊക്കെ ദൈവമേ അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പ. ഇനി ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ കാണുമാറാക്കുന്ന സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമേ. യോശുവയോട് പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ, നാളെ യഹോവ നിങ്ങളുടെ മധ്യേ അത്ഭുതം പ്രവർത്തിക്കും. നന്ദി പിതാവേ. ദൈവമേ, ഞങ്ങളെ തന്നെ വിശുദ്ധിയോടും വിശ്വാസത്തോടും വിവേകത്തോടും കർത്താവേ, മുന്നോട്ടുള്ള ജീവിത നാളുകൾ ഞങ്ങളെ തന്നെ ക്രമപ്പെടുത്തി ദൈവിക അത്ഭുതങ്ങൾക്ക് ഞങ്ങളെ തന്നെ യോഗ്യരാക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നീ മതി യേശുവേ. ഈ ചാനലിലൂടെ പ്രവർത്തിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. തിരുവചനങ്ങൾ ശ്രവിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാവരെയും കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കേൾക്കുന്ന സന്ദേശവും ഞങ്ങളുടെ ജീവിതത്തിന്റെ രൂപാന്തരവും ശക്തിയും ഉൾബലവും പുതിയ ദൈവിക കാഴ്ചപ്പാടുകളൊക്കെ പ്രദാനം ചെയ്യുന്നതായി തീരട്ടെ അപ്പ. ഞങ്ങൾ ഒരുക്കത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവെ ഈ തിരുവചനങ്ങൾ കേൾക്കട്ടെ. തിരുകൃപ നിഴലായി ഞങ്ങളോട് കൂടിയിരിക്കട്ടെ. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തുന്നോർത്ത് സ്തോത്രം. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയമുള്ളവരെ, ഈ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ കാണുവാനും ദൈവം നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. യോശുവ പറഞ്ഞതുപോലെ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കർത്താവിനെ നിസ്വാർത്ഥമായി സേവിക്കുവാനും ആരാധിക്കുവാനും ലഭിക്കുന്ന സന്ദർഭങ്ങൾ, ഏറ്റവും കാതലായ ചിന്തയെന്ന് പറയുന്നത് സത്യവേദ പുസ്തകത്തെ അനുസരിക്കുക, അതിനെ സ്നേഹിക്കുക, ഒപ്പം പ്രാർത്ഥിക്കുക എന്ന ഈ 2 കാര്യങ്ങളാണ്. ലോകത്തിൽ ജീവിക്കുമ്പോൾ നീതിബോധത്തോടെ ന്യായത്തോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുക എന്നത് ദൈവം പ്രസാദിക്കുന്ന ഒരു സ്വഭാവം കൂടിയാണ്. അപ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ സന്ദേശത്തിൻ്റെ ഒടുവിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന വാഗ്ദത്തം വേദപുസ്തകത്തിലെ ഏത് ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി എല്ലാവരും ശരിയായ ഉത്തരമാണ് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. യെശയ്യാ പ്രവചന പുസ്തകം 43-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് ശരിയായ ആൻസർ. ഐസായ ചാപ്റ്റർ 43 വേഴ്സ് 19 പ്രത്യേകിച്ചും ശരി ഉത്തരം രേഖപ്പെടുത്തിയ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആയി മാറിയപ്പോൾ അത് നിങ്ങൾ പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ തോന്നിയ ആ ഒരു വലിയ മനസ്സിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. ഈ കാലഘട്ടത്ത് ദൈവം നമുക്കൊരു ജീവിതമാണ് നൽകിയിട്ടുള്ളത്. അതിൽ നമുക്ക് ലഭിക്കുന്ന ഉപകാരപ്രദമായ അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിൽ മടി കാണിക്കരുത്. കാരണം അതൊരു പ്രേക്ഷിത ദൗത്യമാണ്, അതൊരു നിയോഗമാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക എന്നുള്ളത് ഏറ്റവും ധന്യമായ ഹൃദ്യമായ ഒന്നാണ്. തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് മുന്നേറാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കി വിശ്വാസ ജീവിതത്തിലെ ഭാഗ്യങ്ങളും അവകാശങ്ങളും എന്ന ചിന്തയെ ആസ്പദമാക്കിയാണ് ഇന്ന് തിരുവചനം ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് നിസ്സാരമായ ഒന്നല്ല. ഒരിക്കലും നാം ക്രിസ്തീയ വിശ്വാസ ജീവിതത്തെ നാം നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ്. നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകുന്ന ചില പ്രത്യേക ഭാഗ്യങ്ങളുണ്ട്, പദവികളുണ്ട്, അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. ഇത് പലപ്പോഴും നാം വിസ്മരിക്കുകയാണ്. ദൈവം നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ, പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നൽകുക മാത്രമല്ല ചെയ്യുന്നത്, അല്ലെ? ദൈവം നമ്മെ സംരക്ഷിക്കുന്നു, നമ്മെ പരിപാലിക്കുന്നു, ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇതിനുമൊക്കെ അപ്പുറത്ത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴത്തലങ്ങളിലേക്ക് നാം പരിശോധിച്ചാൽ, വളരെ നല്ല കാഴ്ചപ്പാടോടുകൂടെ നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ ദൈവ പൈതലിന്, യഥാർത്ഥ ദൈവവിശ്വാസിക്ക് ദൈവം നൽകുന്ന, ക്രിസ്തുവിലൂടെ നൽകുന്ന ചില വിശേഷമായ ഭാഗ്യങ്ങളുണ്ട്, ചില പ്രത്യേക അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ വിശ്വസിച്ച, ക്രിസ്തുവിനെ പിന്തുടർന്ന 70 പേരെ യേശു ഒരു പ്രത്യേക നിയോഗം നൽകി നിയമിക്കുകയുണ്ടായി എന്ന് നാം കാണുന്നു. അതേ പ്രിയമുള്ളവരെ, ദ പ്രിവിലേജ് ഓഫ് 70 എന്നുള്ളത്, അതായത് ഭാഗ്യം ലഭിച്ച 70 പേർ. ഈ 70 പേർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളായിരിക്കും ലഭിച്ചത്? കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്ത് ഒരുപാട് പേർ ക്രിസ്തുവിനെ അനുഗമിക്കുകയുണ്ടായി, ഒരുപാട് പേർ യേശുവിനെ പിൻപറ്റുകയുണ്ടായി. ഇതിന് നടുവിലാണ് ഒരു പ്രത്യേക സമയം എത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ കൂടാതെ തന്നെ വീണ്ടും 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക നിയോഗം നൽകി ഈ രണ്ട് പേരെ ആയിട്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലേക്കും അയക്കുന്ന ഒരു ചിത്രം. പ്രിയമുള്ളവരെ, ഈ 70 പേർക്ക് ചില പ്രത്യേക ഭാഗ്യങ്ങൾ നൽകുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച, ക്രിസ്തുവിനെ പിൻപറ്റുന്ന തൻ്റെ പ്രിയ മക്കൾക്ക് ശിക്ഷകണത്തിന് എല്ലായ്പ്പോഴും നിങ്ങൾ മനസ്സിലാക്കണമേ, അവർക്ക് ഒരു വലിയ ഭാഗ്യം നൽകപ്പെട്ടിട്ടുണ്ട്, അവർക്കൊരു അവകാശം കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ക്രിസ്തുവിൽ യഥാർത്ഥമായി വിശ്വസിച്ച് യേശുവിനെ പിൻപറ്റുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു നൽകുന്ന ഒരു നിയോഗമുണ്ട്. ഈ നിയോഗത്തെ ഞാൻ തിരിച്ചറിഞ്ഞ് ഞാനത് പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്, ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിന് ഉടമസ്ഥനായി ഞാൻ തീരുന്നത്, നിങ്ങൾ മാറുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിലെ ചോദ്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഭാഗ്യം എന്താണ്? അവകാശം എന്താണ്? അധികാരം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു നൽകിയിരിക്കുന്ന നിയോഗം എന്താണ്? എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക നിയോഗം എന്താണ്? ഇത് നാം നോക്കി മനസ്സിലാക്കുമ്പോൾ, ഇത് നാം പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമസ്ഥരായി തീരുവാൻ കഴിയുകയുള്ളൂ. ഈ 70 പേർക്ക് നൽകുന്ന ഭാഗ്യങ്ങളെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ഈ 70 പേരോട് പറയുകയാണ്, കൊയ്ത്തിന്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ എന്ന് പറയുകയാണ്. ഒന്നാമത്തെ ഭാഗ്യം ഈ 70 ശിഷ്യന്മാർക്ക് നൽകപ്പെടുന്നത്, അതായത് ഒന്നാമത്തെ നിയോഗം അഥവാ അവകാശം നൽകപ്പെടുന്നത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭാഗ്യത്തെ നൽകുകയാണ്, പ്രാർത്ഥിക്കുവാനുള്ള ഒരു നിയോഗത്തെ നൽകുകയാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നിസ്സാരമായ ഒന്നല്ല, അതൊരു നിയോഗമാണ്, അതൊരു ഭാഗ്യമാണ്. എത്ര പേരാണ് ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നത് ഒരു ഭാഗ്യമായി കാണുന്നത്? ദൈവം എനിക്ക് കൽപ്പിച്ചാക്കിയ ഒരു ഭാഗ്യമാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ, എപ്പോഴും പ്രാർത്ഥിക്കും. ഇതൊരു വലിയ നിയോഗമാണ്, ഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ ഭാഗ്യം. എന്തുകൊണ്ട് ആ ഭാഗ്യം എന്ന പദം ഞാൻ ഉപയോഗിക്കുവാൻ കാരണം, കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുവൻ, പ്രാർത്ഥിപ്പി, എന്നോട് ചോദിച്ചു കൊള്ളുക. അതൊരു ഭാഗ്യമാണ്. എന്നോട് ചോദിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് പറയുവിൻ. അതൊരു വലിയ ഭാഗ്യമാണ്. ഇന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ, പൊതുവായ ജീവിത ചര്യകളിലേക്ക് നാം നോക്കുമ്പോൾ, നമ്മുടെ അനുദിന ആവശ്യങ്ങൾ, അല്ലെ,
അപ്പോൾ നാം പലപ്പോഴും ഈ ആവശ്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയുവാനായിട്ട് നാം പലപ്പോഴും മടി കാണിക്കാറുണ്ട്. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടില്ല. ആരെങ്കിലും നമ്മളോട് പറയുകയാണ്, എന്നോട് ചോദിക്കണമേ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എന്നോട് ചോദിക്കണമേ, ചോദിക്കുവാൻ മടിക്കരുത്, എപ്പോഴും നീ ചോദിക്കണം എന്ന് പറയുമ്പോൾ, ഒരാൾ നമ്മോട് അങ്ങനെ ഒരു പ്രസ്താവന നൽകുമ്പോൾ നാം തീർച്ചയായിട്ടും ഒരുപാട് ഭാഗ്യമുള്ളവരാണ്. കാരണം നമുക്ക് ആ ഭാഗ്യം നൽകിയിരിക്കുകയാണ്, ആ അവകാശം നൽകപ്പെട്ടിരിക്കുകയാണ്. ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് ഓടിപ്പോയി ചോദിക്കുവാനുള്ള ഇതേ അനുഭവത്തിൽ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഓരോ ദൈവ പൈതലിനും ഈ ഒരു ഭാഗ്യം നൽകപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം നമുക്ക് നിയമിച്ച് നൽകപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. സങ്കീർത്തനങ്ങൾ 34:15 വായിക്കുമ്പോൾ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്ത്, ഇന്ന് നാം വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന കൂടുതലും സെമി ക്രിസ്ത്യൻസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് ഭാഗിക ക്രിസ്ത്യാനികളെയാണ് നമുക്ക് കൂടുതൽ നോക്കിക്കാണുവാൻ കഴിയുന്നത്. പൂർണ്ണതയില്ലാത്ത ക്രിസ്തീയ സമൂഹത്തെ നമുക്ക് നോക്കിക്കാണുവാൻ കഴിയുന്നുണ്ട്. കൂടുതൽ പേരും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയേ, പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പ്രാർത്ഥനയുടെ ഒരു ആഴത്തരത്തിലൊരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്കൊരു നിയോഗം തന്നു, പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭാഗ്യം തന്നു. പക്ഷെ ചോദ്യം, എങ്ങനെ പ്രാർത്ഥിക്കണം? അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പൂർണ്ണതയുള്ളതായി മാറണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യെഹെസ്കേൽ പ്രവചന പുസ്തകം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും എന്ന ഒരു വലിയ പെയിൻ, ഒരു വലിയ വേദന ദൈവം പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി നൽകുകയാണ്. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുവാൻ ഒരുക്കമെങ്കിൽ മറുപടി നൽകുവാൻ ദൈവം ഒരുക്കമാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. കാരണം പ്രാർത്ഥനയ്ക്കായുള്ള വാതിൽ നമുക്ക് മുൻപിൽ തുറന്ന് കിടപ്പുണ്ട്. യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കുവാനുള്ള അവകാശത്തിനായി, അനുവാദത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് യേശു പറഞ്ഞിട്ടില്ല. മറിച്ച് വേദപുസ്തകത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഇതാ പ്രാർത്ഥനയ്ക്കായുള്ള വാതിൽ നിങ്ങളുടെ മുൻപിൽ തുറന്നു കിടപ്പുണ്ട്. നിങ്ങൾ അതിനായി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഒരു സമയത്തിനായി, ഒരു പർട്ടിക്കുലർ ടൈമിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. ഒരു അനുവാദത്തിനായി കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ക്രിസ്തു വിശ്വാസിയെങ്കിൽ, ദൈവ പൈതലെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയെങ്കിൽ, പ്രാർത്ഥിക്കുവാനുള്ള വാതിൽ ഇതാ നിങ്ങൾക്ക് മുൻപിൽ ദൈവം തുറന്നു നൽകിയിരിക്കുകയാണ്. വന്ന് പ്രാർത്ഥിപ്പിൻ എന്നുള്ള ആഹ്വാനം ദൈവം നൽകുകയാണ് പരിശുദ്ധാത്മാവിലൂടെ. പ്രിയമുള്ളവരെ, നാം അതിൽ പ്രവേശിക്കുക. ആ പ്രാർത്ഥനയ്ക്കായി തുറന്നിട്ട വാതിൽ പ്രവേശിക്കണം. പ്രവേശിക്കുമ്പോൾ ഓർക്കേണ്ട ഒന്ന്, വിശ്വാസത്തോടെ, പൂർണ്ണമായ വിശ്വാസത്തോടെ നാം അതിനുള്ളിൽ പ്രവേശിക്കണം. വിശ്വാസമില്ലാതെ പ്രവേശിക്കരുത്. നമുക്കറിയാം, ചില വീടുകൾ നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് സ്നേഹമുള്ളവരോടും നമുക്ക് സ്നേഹമില്ലാത്തവരുടെ വീടുകളിൽ നാം പ്രവേശിക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവരോടും ഇഷ്ടമില്ലാത്തവരോടും നാം പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇതുപോലെ തന്നെ നിർബന്ധത്താലോ ഇഷ്ടമില്ലാതെ ഒരിക്കൽ നാം പ്രാർത്ഥനയിൽ പങ്കെടുക്കരുത്. പൂർണ്ണ വിശ്വാസത്തോടും മനസ്സോടും നാം ഈ പ്രാർത്ഥനയാകുന്ന വാതിലിനുള്ളിൽ പ്രവേശിക്കണമെന്നാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു വിശ്വാസികൾക്കാണ് ഉണർന്നിരിക്കുവാനുള്ള നിർദ്ദേശം വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം 33-34 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കാലം എപ്പോൾ എന്ന് അറിയായിക കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ എന്നതാണ്. ഉണർന്നിരിക്കുക. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്നിരിക്കണമെന്നാണ് പറയുന്നത്. പ്രാർത്ഥനയിലൂടെ നാം ഉണർന്നിരിക്കുന്നവരാകണം എന്നതാണ്. ദേശത്തിന് വേണ്ടി, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിനായി, പുതിയ തലമുറകൾക്ക് വേണ്ടി ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന മാത്രമല്ല, ദേശത്തിന് വേണ്ടി ആഗോളപരമായ ഒരു ആഗോള കാഴ്ചപ്പാടോടുകൂടെ നാം ദൈവസേനയിൽ പ്രാർത്ഥിക്കണം.
പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുന്നവരാകണമെന്നുള്ളതാണ്. ചിലരെയൊക്കെ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എപ്പോഴും അവരിങ്ങനെ മർമർ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ചുണ്ടുകൾ, അവരുടെ നാവുകൾ സ്തോത്രം സ്തോത്രം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ എപ്പോഴും അവരുടെ ജീവിതമേ ആ പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുന്ന ഒരനുഭവമാണ്. പ്രിയരെ, പ്രാർത്ഥിക്കുവാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ദേശത്തിന് വേണ്ടി ഒരു വ്യത്യസ്ത കാഴ്ചപ്പാട്. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു. ആ ലോകത്തെ തിരിച്ചു ദൈവത്തിൻ്റെ കരുത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോരാളിയായിട്ട് നാം മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയരെ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യം, അതൊരു അധികാരമാണ്, ഭാഗ്യമാണ്, അവകാശമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിക്കണം. ജീവിതത്തിൽ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അതിൽ നാം പ്രാർത്ഥിക്കുന്നവരാകണം. പ്രാർത്ഥിക്കുവാൻ ഒരു വലിയ കൂട്ടത്തിൻ്റെ ആവശ്യമില്ല, ഒരു ജനക്കൂട്ടത്തിൻ്റെ ആവശ്യം വേണ്ട പ്രിയരെ. അല്ലെങ്കിൽ കുറേ അധികം പേരുടെ ഒരു ടീമിൻ്റെ ആവശ്യമില്ല. ടീമോട് ചേർന്ന് പ്രാർത്ഥിക്കാം, ഒരു വലിയ ആൾക്കൂട്ടത്തോട് പ്രാർത്ഥിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ജനനം മുതൽ മരണം വരെ എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ ഞാൻ ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയാകണം. എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ലോക രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഇത് ഒന്നാമത്തെ ഭാഗ്യമാണ്. ക്രിസ്തു യേശുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള, യേശുവിനെ പിൻപറ്റുന്നവർക്കുള്ള രണ്ടാമത്തെ ഭാഗ്യം അഥവാ അവകാശം എന്ന് പറയുന്നത് ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു ഭാഗ്യമാണ്. കർത്താവിൻ്റെ വലിയ വില ചെയ്യുവാനുള്ള ഭാഗ്യമാണ്. നമുക്കറിയാം, ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ 70 പേരെ കർത്താവ് നിയോഗിച്ചാക്കുകയാണ്. നിങ്ങൾ പോയി പട്ടണം തോറും ഗ്രാമം തോറും പോയി നിങ്ങൾ ഈ സുവിശേഷത്തെ അറിയിക്കുക, രക്ഷയുടെ സന്ദേശത്തെ നിങ്ങൾ നൽകുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഒരു പ്രത്യേക ചില സവിശേഷമായ അധികാരങ്ങളോടുകൂടെ ഭാഗ്യത്തോടുകൂടെ അയക്കുകയാണ്. പ്രിയരെ, ലോകത്തിൽ ക്രിസ്തു ശുശ്രൂഷ ചെയ്യുവാൻ, മുറിവേറ്റ ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് സത്യം വെളിപ്പെടുത്തി നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് സാധാരണക്കാരായ നിങ്ങളെയും എന്നെയുമാണ് എന്ന കാര്യം മറന്നു പോകരുത്. ഇത് ചില പ്രത്യേകം കുറച്ചു പേർക്ക് വേണ്ടി മാത്രം അവരിൽ നിക്ഷിപ്തമായ ഒന്നല്ല. ഇത് ദൈവം സാധാരണക്കാരായ വിശ്വാസികളെ നമ്മെ ഏൽപ്പിക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറയുന്നത് വേദനപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുക, മുറിവേറ്റിരിക്കുന്നവരെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ ചെയ്യുക, അവരെ ആശ്വസിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, ദൈവമായിട്ട് കൂട്ടിയിണക്കുക. ചില വേളകളിലൊക്കെ ജീവിതത്തിൻ്റെ പ്രത്യേക ഉയർച്ച താഴ്ചകളൊക്കെ വീണു പോകുന്ന അനുഭവങ്ങളുണ്ട്. ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ ആയിരിക്കുന്നവരുണ്ട്. അവരുടെ അടുക്കൽ ഓടിപ്പോയി അവരെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുക, കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മെ അവരുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതല്ല, അവരെ നാമുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതല്ല. ക്രിസ്തീയ ശുശ്രൂഷ ദൗത്യം എന്ന് പറയുന്നത് അവരെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് അവരുടെ ജീവിതം ഇരുളടയുന്നത്? ദൈവവുമായിട്ടുള്ള ദൈവം എന്ന സോക്കറ്റിൽ നിന്നും അവരാകുന്ന ജീവിതത്തിലുള്ള വയർ, ആ പവർ പോയിന്റ് നമുക്കറിയാമല്ലോ. അപ്പൊ ആ പ്ലഗ് റിമൂവ് ആയി അവരുടെ ജീവിതം പ്രകാശത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പോകുന്നവരെ വീണ്ടും ആ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചാലകമായി മാറണം, ഒരു കരമായി മാറണം നാം പ്രിയമുള്ളവരെ. നമുക്കറിയാം, ഒരു ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ലൈറ്റ് പ്രകാശിപ്പിക്കണമെങ്കിൽ അതുമായി ഘടിപ്പിച്ചിട്ടുള്ള വയർ, ആ പ്ലഗ് എടുത്ത് നമ്മൾ സോക്കറ്റിൽ കുത്തുന്ന, നമ്മുടെ കൈ അതിന് ഉപയോഗിക്കുന്നു, നമ്മുടെ കരം അതിന് ഉപയോഗിക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന നമ്മൾ സ്വിച്ച് ഇടുന്നു. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇരുളടഞ്ഞ ജീവിതങ്ങൾ, രക്ഷയില്ലാതെ അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ വളരെ നിരാശയിലും ഭയത്തിലും ആശങ്കയിലും തകർന്നിരിക്കുന്ന അനേകായിരം ജീവിതങ്ങളെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന അത് വ്യത്യസ്ത നിലകൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഒക്കെ നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വഴിയരികിലെ കാഴ്ചക്കാർ ആയിട്ടാണ്. വഴിയരികിലെ കാഴ്ചക്കാർ. ക്രിസ്തീയ ശുശ്രൂഷ എന്നത് ജീവിതത്തിൽ ദൈവം നൽകിയ ഭാഗ്യമെന്നും അവകാശമെന്നും അവർ വിശ്വസിക്കുന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്ന പ്രവർത്തികളെ കണ്ട് അതിലെ പോരായ്മകളെ, ഏറ്റക്കുറച്ചുകളൊക്കെ നോക്കിക്കണ്ട് വിമർശിക്കുകയോ അതിനെ പുകഴ്ത്തി പറയുകയോ ചെയ്യുന്നതല്ലാതെ തങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ലേ ഈ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് മീഡിയാസിലൂടെ ഒരുപാട് ശുശ്രൂഷകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നാം പലപ്പോഴും കാഴ്ചക്കാരായി മാറുകയാണ്. നമ്മൾ കാഴ്ചക്കാരായി മാറുന്നതിനേക്കാൾ ഏറെ നാം അതിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്. ഞാൻ വിശദമാക്കാം. നാം ഒരു പ്രസംഗം കേൾക്കുകയാണ്.
നാം ഒരു ചിന്ത കേൾക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എന്നിലൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളിൽ ഒരു പ്രവൃത്തി ഉണ്ടാകണം. ഇതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ഒരു പ്രവൃത്തി ഉണ്ടാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. നിങ്ങൾ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നവരാകണം. ജീവിതത്തിൽ എല്ലാ കാലവും കാഴ്ചക്കാരായി മാത്രം നിങ്ങൾ തുടരരുത്. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നല്ല പ്രിയരെ. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 40 മുതൽ 42 വരെ വായിക്കുമ്പോൾ, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനംപ്രതി ദൈവാലയത്തിലും വീട് തോറും ഇടപെടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭാഗം നാം പരിശോധിച്ചാൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലെ ടോർച്ചറിങ്, ഉപദ്രവങ്ങളെ കാണുവാൻ സാധിക്കും. ന്യായാധിപ സംഘവും പടനായകരും മഹാപുരോഹിതരൊക്കെ ഈ അപ്പോസ്തലന്മാരെ വിളിച്ച് അവരെ അടുപ്പിക്കുകയാണ്. സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട്, അവർ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നതിലൂടെ ഈ വിരോധികൾ ചേർന്ന് ഇവരെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്, ഒരുപാട് പീഡിപ്പിക്കുകയാണ്. എങ്കിലും ഇവർ പതറിപ്പോകാതെ, ഇവർ കാഴ്ചക്കാരായിട്ട് മാത്രം നിൽക്കാതെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ മുൻവരികയാണ്. ഓരോ ദൈവ പൈതലിനും ദൈവം നൽകിയ ഭാഗ്യമാണ് കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളത്. അതിന് പ്രത്യേക അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല, അതിന് പ്രത്യേക പോസ്റ്റിംഗ് ഒന്നുമില്ല. പ്രിയമുള്ളെ, നിങ്ങൾ ക്രിസ്തു വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗ്യമാണ് കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറയുന്നത്. നാം പലപ്പോഴും നമ്മുടെ മക്കളെ മാത്രം നാം സ്നേഹിക്കുന്നവരാണ്, അല്ലേ? നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് മാറ്റം വരേണ്ടുന്നത്. അവിടെയാണ് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തേണ്ടുന്നത്. പ്രിയരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, നമ്മുടെ മക്കളെ കരുതുന്നത് പോലെ മറ്റുള്ളവരെ കരുതുവാനും മറ്റു കുഞ്ഞുങ്ങളെ കരുതുവാനുമുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇന്ന് അധികം പേരും ക്രിസ്തീയ ശുശ്രൂഷയെക്കുറിച്ചുള്ള ധാരണ എന്ന് പറയുന്നത് ഈ തൊട്ടു മുൻപ് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ ഉപദ്രവങ്ങൾ, അല്ലെ, കഠിനമാണ്, അപകടം നിറഞ്ഞതാണ്, കുഴപ്പം പിടിച്ചതാണ്, യാതൊരുവിധമായ ആശ്വാസത്തിന് വകയില്ലാത്തതാണ് ഈ ക്രിസ്തീയ ശുശ്രൂഷ എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. അതിനാൽ തന്നെ യാതൊരു ചുമതലകളും ഏറ്റെടുക്കുവാൻ തയ്യാറല്ല, സ്വയം നഷ്ടപ്പെടുവാൻ ആഗ്രഹമില്ല. സുവിശേഷത്തിന് വേണ്ടി മറ്റാരെങ്കിലും നഷ്ടമായി തീരട്ടെ എന്ന ചിന്തയിലാണ് ക്രിസ്തു വിശ്വാസികൾ ഭൂരിഭാഗം പേരും ഇന്ന് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, നിരന്തര ഉപയോഗത്താൽ ചീത്തയാകുന്നതിനേക്കാൾ, ഉപയോഗിച്ച് നശിക്കുന്നതിനേക്കാൾ ഒരിടത്തിരുന്ന് തുരുമ്പെടുക്കുന്നതിൽ സാരമില്ല, ഞാൻ സഹിച്ചുകൊള്ളാം എന്നുള്ളതാണ്. എത്ര പേർക്ക് മനസ്സിലായി? അല്ലെ, ഞാൻ ഉപയോഗപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഉപയോഗപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടതകൾ, എനിക്ക് ആശ്വാസമായി സ്വയം ഒരിടത്ത് ആശ്വാസപ്രദമായ ഒരു സ്ഥാനത്ത് തുടരുവാൻ കഴിയുകയില്ല. ഞാൻ ഉപയോഗപ്പെടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടും. നമുക്കറിയാമല്ലോ, വീട്ടിന് പുറത്തിറങ്ങിയാലാണ് പൊടിപടലങ്ങളുണ്ട്, മഴയുണ്ട്, വെയിലുണ്ട്, മാറി വരുന്ന കാലാവസ്ഥകൾ, അല്ലെ, റോഡിലൂടെയൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ചെറിപ്പായുന്ന വാഹനങ്ങളുണ്ട്, ഇതൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. പക്ഷെ ഇതൊന്നും നോക്കിക്കാണാതെ, ഇതൊന്നും അനുഭവിക്കാതെ വീട്ടിൽ സ്വസ്ഥമായ ഒരു മുറിക്കുള്ളിൽ ഇരിക്കുന്ന അനുഭവം നോക്കിയേ. ഉപയോഗപ്പെടാതെ സ്വയം നശിക്കുന്ന ഒരു ഇരുമ്പ് കത്തിക്ക് തുല്യമാണ്. സ്വയം തുരുമ്പെടുത്ത് നശിക്കുന്ന ഒരനുഭവമാണ്. ബൈബിൾ പറയുന്നത്, ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷെ ഓർക്കുക, നിങ്ങൾ കുഞ്ഞാടുകളാണ്. നിങ്ങൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുഞ്ഞാടുകളാണ്. നിങ്ങളെ കർത്താവ് നിയോഗിച്ചാക്കുന്ന ഒരു ഭാഗ്യം, ഒരു അധികാരം, അവകാശം എന്ന് പറയുന്നത് ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് നിങ്ങളെ അയക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 19:13 വായിക്കുമ്പോൾ, കുലീനനായ മനുഷ്യൻ 10 റാത്തൽ വെള്ളി തൻ്റെ ദാസന്മാർക്ക് നൽകി പറഞ്ഞത്, ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊൾവിൻ. അതായത് നിങ്ങൾക്ക് ലഭ്യമായ രക്ഷയെ നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നവരാകുവിൻ. നിങ്ങൾ വെറുതെ ഇരിക്കുവാൻ വേണ്ടിയല്ല നിങ്ങളെ ഞാൻ നിയോഗിച്ചാക്കിയിരിക്കുന്നത്. നിങ്ങൾ വെറുതെ ഇരിക്കേണ്ടുന്നവരല്ല. നിങ്ങൾക്ക് ലഭ്യമായ രക്ഷയുണ്ടല്ലോ, സുവിശേഷത്തിന്റെ വെളിച്ചമുണ്ടല്ലോ,
പ്രാർത്ഥനയിൽ ലഭ്യമായ കാഴ്ചപ്പാടുകളുണ്ടല്ലോ, വേദപുസ്തകത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലഭ്യമായ പുതിയ ദർശനാത്മക ചിന്തകളുണ്ടല്ലോ, ഇത് നിങ്ങൾ ലോകത്തിന് പങ്കുവയ്ക്കണം, സമസൃഷ്ടങ്ങൾക്ക് പങ്കുവയ്ക്കണം. നിങ്ങൾ പ്രവർത്തിക്കുന്നവരാകണം. പ്രേക്ഷിത ദൗത്യത്തിൽ നിങ്ങൾ പങ്കുള്ളവരായി തീരണമെന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓർക്കുക, തുരുമ്പ് പിടിച്ച് നശിക്കുന്നതിനേക്കാൾ ഉപയോഗപ്പെട്ട് നശിക്കുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിക്കുക. ഞാൻ ഉപയോഗപ്പെടണം, എൻ്റെ സമ്പത്ത് ഉപയോഗപ്പെടണം, എൻ്റെ കഴിവുകൾ, എൻ്റെ താലന്തുകൾ, എൻ്റെ സമയം അത് ഉപയോഗപ്പെടണം, ദൈവനാമ മഹത്വത്തിനായി ഉപയോഗപ്പെടുന്നതായി തീരണം എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട്, ഒരു വലിയ തീരുമാനമാകണം ഈ ക്രിസ്തു നമുക്ക് നൽകിയ പ്രേക്ഷിത ദൗത്യത്തിനോടുള്ള നമ്മുടെ പ്രതികരണം, പ്രിയമുള്ളവരെ. ആയതിനാൽ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഉപദ്രവങ്ങളുണ്ട്, പാടുകളുണ്ട്, വേദനകളുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യുവാൻ വരുമ്പോൾ അപമാനങ്ങൾ, നിന്ദകൾ, ഒരുപാട് വിഷമസന്ധികളുടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നത് കർത്താവ് മുൻകൂട്ടി നമ്മെ ജാഗ്രതപ്പെടുത്തുകയാണ്. നിങ്ങൾ ഉണർന്നിരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകുവിൻ, എൻ്റെ വേല ചെയ്യുന്നവരാകുവിൻ. വേല എവിടെയും ചെയ്യാൻ പ്രിയമുള്ളവരെ. നിങ്ങളുടെ വീട്ടിനുള്ളിൽ, വീട്ടിന് പുറത്ത്, നിങ്ങളുടെ ജോലിസ്ഥലത്ത് അനേക വ്യത്യസ്ത വിധങ്ങളിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാനായി സാധിക്കും. ഒരുക്കമാണോ? അതൊരു ഭാഗ്യമായി കാണുക. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുക. അതിന് നിങ്ങൾക്ക് ആരും ഒരു പോസ്റ്റിംഗ് ഓർഡർ നൽകേണ്ട കാര്യമില്ല. ഓൾറെഡി അതിനുള്ള ഒരു ക്ഷണം നൽകിയിട്ട്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതൊരു വലിയ ക്ഷണമാണ്. ഇനി ആരും ഒരു ചർച്ച് ഓർഗനൈസേഷനും ഒരു ക്രിസ്തീയ പ്രസ്ഥാനങ്ങളും നിങ്ങളെ പോസ്റ്റ് ചെയ്യണമെന്നില്ല, നിങ്ങളെ പോസ്റ്റ് ചെയ്ത് അയക്കണമെന്നില്ല. പ്രിയമുള്ള, വിശ്വാസത്തോടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ച് ഓരോ ദൈവ പൈതലും വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കുക, കർത്താവിന് വേണ്ടി ധീരസാക്ഷികളായി മാറുക. ഒടുവിൽ കർത്താവിൻ്റെ മുന്നിൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറയുവാൻ കഴിയണം, കർത്താവേ, എന്നാൽ കഴിയുന്ന ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ശുശ്രൂഷയ്ക്കായിട്ട്. അപ്പോൾ കർത്താവ് നിങ്ങളെ നോക്കി പറയണം, വിശ്വസ്ത ദാസിയെ, വിശ്വസ്ത ദാസനെ, യജമാനന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം, ഒരു റിവാർഡുണ്ടല്ലോ, പ്രതിഫലമുണ്ടല്ലോ, അത് വാങ്ങുന്നവരായിരിക്കണം, അത് നേടിയെടുക്കുന്നവരായിരിക്കണം. അവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ ഭാഗ്യമെന്ന് പറയുന്നത് ലൂക്കോസ് വിശേഷം 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദ പ്രിവിലേജ് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഷൻ എന്നുള്ളതാണ്. അതായത് സംരക്ഷണവും കരുതലും ചേർന്ന ഒരു ഭാഗ്യം ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിന് ദൈവം നൽകുകയാണ്. അപ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ഭാഗ്യം എന്ന് പറയുന്നത് സംരക്ഷണവും കരുതലുമാകുന്ന ഭാഗ്യം. നാം പ്രാർത്ഥിക്കുന്നവരായി മാറി, ക്രിസ്തീയ ശുശ്രൂഷയ്ക്കായി നാം മുൻവന്നു. അങ്ങനെ നാം ക്രിസ്തീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ഭാഗ്യമാണ് ദൈവിക കരുതലും ദൈവികമായ സംരക്ഷണവും. 2 കാര്യങ്ങളാണ് സംരക്ഷണവും കരുതലും. സംരക്ഷണത്തിനായി ഓരോ ക്രിസ്തു വിശ്വാസിയും ദൈവത്തിൽ ആശ്രയിക്കണം. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 34:7 പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ കരുതൽ ലഭിക്കുവാനായി നാം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക എന്നുള്ളതാണ്. ഫിലിപ്പിയൻസ് 4:19 പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോളം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ 2 വാക്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതയാത്ര നിങ്ങളുടെ ആശ്രയം ദൈവത്തിലാകണം. നിങ്ങൾ ആശ്രയം വയ്ക്കേണ്ടുന്ന ദൈവത്തിലാകണം. സംരക്ഷണത്തിനായാലും കരുതലിനായാലും ആശ്രയം വയ്ക്കുമ്പോൾ ദൈവം നിങ്ങൾക്കൊന്നിനും മുട്ടുവരുത്തുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായത് ഞാൻ ഒരുക്കി തരും, നിങ്ങൾക്ക് വേണ്ടുന്നത് ഞാൻ ഒരുക്കി തരും. നിങ്ങൾ ഭാവിക്ക് വേണ്ടി ആശങ്കപ്പെട്ട് ഇപ്പോഴേ നിങ്ങൾ അധ്വാനിച്ച് ഇരട്ടി സമയം നിങ്ങൾ ചെലവഴിച്ച് ഒരുപാട് പണം സമ്പാദിക്കുന്നവരാകാം, ഒരുപാട് പൊസിഷനുകൾ സമ്പാദിക്കുന്നവരാകാം. അവിടെയൊക്കെ ക്രിസ്തുനാഥൻ ചോദിക്കുന്നത്, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി നിനക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിച്ചു? എവിടെ നിനക്ക് ഉപയോഗപ്പെടുവാനായി സാധിച്ചു? നിന്റെ ജീവിതം എൻ്റെ നാമമഹത്വത്തിന് എവിടെയെങ്കിലും ഉപയോഗപ്പെടുവാനായിട്ട് കഴിഞ്ഞുവോ? ഈ ചോദ്യം ചോദിക്കുകയാണ്. ഇക്കഴിഞ്ഞ കാലമൊക്കെ നീ നിന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ നീ കരയുന്നത്, പ്രാർത്ഥിക്കുന്നത്? അവരെ ഉയർത്തണം, അവരെ വളർത്തണം, അവർ വളർന്ന് ആകാശം മുട്ടെ വളരണം. ഇതല്ലേ അവിടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ലേ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്?
അപ്പോഴും നമ്മെ തന്നെ അഭിമാനിക്കാറുണ്ട്, ഞാനൊരു നല്ല വിശ്വാസിയാണ്, എനിക്ക് ഇത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്, എനിക്കൊരു 50 വർഷത്തെ സഭാ പാരമ്പര്യമുണ്ട്, എനിക്കറിയാം വാട്ട് ഈസ് ഹോളി ബൈബിൾ, എന്താണ് ദൈവം, ദൈവത്തിന്റെ വേല എനിക്കറിയാം, നോളജ് ഉണ്ട്, അറിവുണ്ട്, എനിക്ക് അതിനെക്കുറിച്ചുള്ള പാണ്ഡിത്യമുണ്ട്. ദൈവം ചോദിക്കുകയാണ്, എന്നിട്ട് പോലും നീ അതിൽ പങ്കുള്ളവരാകാതെ, അതിൽ പങ്കാളിയാകാതെ ഇന്നെന്താണ് നിന്റെ സ്വന്തം തലമുറയ്ക്ക് വേണ്ടി മാത്രം കരുതുന്ന ഒരു ചട്ടക്കൂടിനുള്ളിലല്ലേ ഇരിക്കുന്നത്, ഒരു സഭാ ചട്ടക്കൂടിലല്ലേ ഇരിക്കുന്നത്. കുടുംബം എന്ന ചട്ടക്കൂടിനകത്ത് മാത്രമല്ലേ വേദപുസ്തകം എന്നും അത് പൊട്ടിച്ച് പുറത്തു വരിക. ദൈവം നിന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിനക്കാവശ്യമായ കരുതൽ, നിനക്കാവശ്യമായ സംരക്ഷണം ദൈവം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം നമുക്ക് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ധന്യമായ അനുഭവം. അതുകൊണ്ട് നീ സഞ്ചിയെക്കുറിച്ച് ഭാരപ്പെടേണ്ട, പൊക്കണത്തെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട, ചെരുപ്പിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കരുതുവാൻ ശക്തനെന്ന് പറയുകയാണ്. ഇന്ന് നാം ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ എനിക്ക് അപ്പുറത്തെ വീട്ടുകാരെ പോലെ ഒരു വലിയ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ എനിക്ക് നാളെ എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും, എനിക്ക് നാളെ എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം രാവിലെയും രാത്രിയുമായി ഞാൻ അധ്വാനിച്ച് ഞാൻ ഒരുപാട് സമ്പത്തുണ്ടാക്കുവാൻ, ഒരുപാട് ഞാൻ സുരക്ഷിതത്വം ഉണ്ടാക്കുവാൻ, എനിക്ക് തന്നെ എൻ്റെ കുടുംബത്തിന് സംരക്ഷണം ഉണ്ടാക്കുവാൻ ഞാൻ ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. ദൈവം ചോദിക്കുന്നു, മൂഢാ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ ഞാൻ എടുത്താൽ നീ ഇന്ന് സമ്പാദിച്ചത് ആർക്ക് ആകും? അത് ആർക്ക് വേണ്ടിയാ, എന്തായി തീരുമെന്ന് ചോദിക്കുകയാണ്. അതോടൊപ്പം ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, പ്രിയമുള്ളവരെ, നിന്റെ ജീവിതം ഉപയോഗപ്പെടാതെ, നിന്റെ സൃഷ്ടിതാവിന് ഉപയോഗപ്പെടാതെയാണല്ലോ ഈ ലോകത്ത് നശിച്ചു പോകുന്നത് എന്നുള്ളത്. ഒരു ഇലക്ട്രോണിക് ഉപകരണത്തെ നാം ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ വാങ്ങിച്ച ചില നാളുകൾ കഴിയുമ്പോൾ അത് ഉപയോഗശൂന്യമായി തീരുന്നത് പോലെ അല്ലേ ഈ ലോകത്തിൽ നാം സമ്പാദിക്കുന്നതും നേടുന്നതും എല്ലാം എന്ന് ക്രിസ്തുനാഥൻ എത്രയോ തവണ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഇതൊന്നും വേണ്ട എന്നുള്ളതല്ല പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രൈം കൺസേൺ, നമ്മുടെ ഫോക്കസ്, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം എന്നുള്ളതാണ്, ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. എത്രയും പറഞ്ഞു വന്നതിൻ്റെ കാതലപ്പുള്ള പൊരുൾ അതാണ്, ക്രൈസ്റ്റ് സെൻറ്റേർഡ്, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിത ശൈലി. അങ്ങനെ ഉള്ള അനുഭവം നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹീ നോ, ദൈവത്തിനറിയാം നമുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം, എപ്പോൾ നമുക്ക് ആ നന്മകൾ നൽകണം. ദൈവത്തിന് വ്യക്തതയുണ്ട് പ്രിയമുള്ളവരെ. നമ്മളെ അങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്, വഴിയിൽ വെച്ച് നമ്മെ തള്ളിക്കളയുന്നവനല്ല. നിങ്ങൾ കർത്താവിനെ അനുസരിച്ചാൽ കർത്താവ് നിങ്ങളെ തള്ളിക്കളയില്ല. നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് നിങ്ങളെ കരുതാതിരിക്കുകയില്ല. നിങ്ങൾക്ക് ആവശ്യമായ ദൈവം കരുതും. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് നൽകുമെന്നതാണ്. ഞാൻ 3 ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞു. 1, പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം. 2, ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം. 3, ദൈവം നമ്മെ കരുതുന്ന, സംരക്ഷിക്കുന്ന ഒരു ഭാഗ്യം. ഏറ്റവും ഒടുവിലായി 4-ാമത്തേത്, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഒരു 2 വാക്യം കൂടെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് വായിക്കുകയാണ്. ഒടുവിൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ്. ഈ 3 വാക്യങ്ങളിലും അന്തർലീനമായിരിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു ചിന്ത എന്ന് പറയുന്നത് ദൈവശക്തിയാകുന്ന ഒരു ഭാഗ്യം അഥവാ അവകാശം, പ്രിവിലേജ് ഓഫ് പവർ. ക്രിസ്തു വിശ്വാസിയായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഭാഗ്യം മറന്നു പോകരുതേ പ്രിയമുള്ളവരെ. ഒരിക്കലും നമുക്കുള്ള ദൈവശക്തിയാകുന്ന ഒരു ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഇത് എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട്? എന്നിലെ ദൈവത്തിൻ്റെ ശക്തി പ്രിയമുള്ളവരെ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ക്രിസ്തു യേശുവിനെ വ്യക്തിപരമായി അനുഭവിച്ച, ഞാൻ നാൾ മുതൽ എൻ്റെ വ്യക്തിപരമായ യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായി സ്വീകരിച്ച നാൾ മുതൽ ഞാൻ അനുഭവിച്ചു വരുന്ന ഒരു നന്മയാണ്, ഒരു ഭാഗ്യമാണ് ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി. തളർന്നിരിക്കുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, വാടിപ്പോകുമ്പോൾ, കുഴഞ്ഞു പോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ, വേദനപ്പെടുമ്പോൾ, രോദനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴൊക്കെ എന്നെ ഉൾബലം നൽകി ശക്തീകരിക്കുന്ന ഒരു ദൈവശക്തി പ്രിയമുള്ളവരെ. ആ ശക്തിയിൽ ബലപ്പെടുവാൻ, കർത്താവിൻ്റെ അമിത ശക്തിയിൽ, ആ ബലത്തിൽ ശക്തിപ്പെടുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ആശ്രയം അതിലാകട്ടെ, നമ്മുടെ വിശ്വാസം അതിലാകട്ടെ.
നമ്മുടെ ദർശനാത്മകമായ ചിന്തകൾ അതിൽ തന്നെ വേരൂന്നിക്കൊണ്ട് ഊന്നൽ നൽകിക്കൊണ്ടാകട്ടെ മുന്നോട്ടുള്ള ജീവിതയാത്ര. ദൈവത്തിൻ്റെ ശക്തി അത് എത്ര വർണ്ണിച്ചാലും മതിയാകുകയില്ല. നിങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടോ പ്രിയമുള്ളവരെ? ആ ശക്തി അനുഭവിക്കുന്നവരാണോ? ആ ശക്തിയിൽ എത്രത്തോളം നിങ്ങൾക്ക് വളരുവാൻ സാധിക്കുന്നു ചിന്തിക്കുക പ്രിയമുള്ളവരെ. അത് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തും. നമ്മുടെ ബലഹീനതയിലൊക്കെ ബലം പകരുന്ന ദൈവത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ. മുന്നോട്ട് ആരും, ഒരു കുഞ്ഞു പോലും നമുക്ക് ചിലപ്പോൾ സഹായകനായി കൂടെ ഇല്ലാത്തപ്പോഴും, ആരുമില്ല എന്ന് ഏകനായി ഏകാന്തതയിൽ ഏകയായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയ സൈന്യം നിൽക്കുന്ന ഒരനുഭവത്തെ പ്രദാനം ചെയ്യും ദൈവശക്തി നിങ്ങളിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്ത് നഷ്ടപ്പെടുത്തി ദൈവശക്തിയെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ദൈവശക്തി എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ന്യൂനതയെന്ന് പറയുന്നത്, നാം ചിന്തിക്കുന്നതും കർത്താവ് നമ്മളോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നതും തമ്മിലൊരു വലിയ അന്തരമുണ്ട് എന്നതാണ്. അതായത് ദൈവം നമ്മോട് ചെയ്യണമെന്ന് പറയുന്നത് ഒന്നും നാം ചിന്തിക്കുന്നത് മറ്റൊന്നുമാണ്. ഒരു വലിയ ഗ്യാപ്പുണ്ട്. ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള കാര്യത്തിനും നാം ചിന്തിക്കുന്ന വലിയൊരു അകലമുണ്ടെന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സത്യമല്ലേ പ്രിയരെ? നാം പലപ്പോഴും നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. ദൈവീയ ചിന്തകളെക്കുറിച്ച് നാം ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് നാം ഉണരുന്നില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാമെന്നുള്ള മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളും വഴികളും എല്ലായ്പ്പോഴും ബാലിശമാണെന്ന് ഓർക്കുക. പക്ഷെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്തകൾ ബൃഹത്തായതാണ്, അത് ശ്രേഷ്ഠമായതാണ് എന്നത് നാം ഓർക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു വലിയ പ്രതീക്ഷയുണ്ട് പ്രിയരെ. തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വലിയൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിൽ നാം ഒരിക്കലും നാം ദൂരത്താകരുത്. നമ്മെ ബലപ്പെടുത്തുന്ന ക്രിസ്തു ഉണ്ട്. ഈ ലോകത്തെ കണ്ട്, ഈ ലോകത്തിൻ്റെ സോക്കോൾഡ് സെറ്റപ്പിനെ കണ്ട് ദൈവത്തെ നിങ്ങൾ സംശയിക്കരുത്. ദൈവപ്രവൃത്തിയെ, ദൈവശക്തിയെ നിങ്ങൾ ത്യജിക്കരുത്, നിസ്സാരവൽക്കരിക്കരുത്. ടിൽ ടു ദ എൻഡ് ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നിങ്ങൾ നടത്തുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ശക്തി, അതിൽ ആശ്രയിക്കുക. ആ ദൈവം പറയുന്നത് അനുസരിക്കുക. ദൈവം തരുന്ന ചിന്തകളെ ഇരുകൈ നീട്ടി ഹൃദയപൂർവ്വം സ്വീകരിക്കുക, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. ഇനി ഇതിൻ്റെ ഒരു മറുഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വേദഭാഗത്തിൻ്റെ ഒടുവിൽ വായിക്കുമ്പോൾ ഈ ഒരു വലിയ ഭാഗ്യം, അവകാശം നാം അനുഭവിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, ഡോണ്ട് റിജോയ്സ് ഇൻ യുവർ പവർ എന്നുള്ളതാണ്. നിങ്ങളുടെ ശക്തിയിൽ ഒരിക്കൽ നിങ്ങൾ സന്തോഷിക്കരുത് എന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ വേലയിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ തൻ്റെ വലിയ പ്രവൃത്തിക്കായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ബലം നിങ്ങൾ അനുഭവിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അത്ഭുതങ്ങൾ കാണുമ്പോൾ, ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരിക്കലും അത് നിങ്ങളുടെ ശക്തിയാണ്, നിങ്ങളുടെ കഴിവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കരുത്. കാരണം ഇതിനൊക്കെ നിങ്ങൾ പ്രാപ്തീകരിച്ചത്, ബലപ്പെടുത്തിയത്, വഴി നടത്തിയത്, നൽകിയതൊക്കെ ദൈവശക്തിയാണ്. അതുകൊണ്ട് ഡു നോട്ട് റിജോയ്സ് ഇൻ യുവർ പവർ. നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ സന്തോഷിക്കരുത്. കാരണം അത് നിങ്ങളുടെ ശക്തിയല്ല, നിങ്ങൾക്കും ആ പ്രവൃത്തിക്ക് പിന്നിലെ ശക്തിയാണ്, അത് ഡിവൈൻ പവറാണ് എന്ന കാര്യം മറന്നു പോകരുത് പ്രിയമുള്ളവരെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലാകട്ടെ, അതുപോലെ നമ്മുടെ മറ്റു ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ, വാട്ടർ ഇറ്റ് മേ ബി, നാമുമായി ബന്ധപ്പെട്ട സമഗ്ര മേഖലകളിലും ചിലതൊക്കെ നോക്കിക്കാണുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ഇറ്റ്സ് മൈ പവർ, മൈ ബ്രെയിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അതിൽ സന്തോഷിക്കരുത്. കാരണം ഈ 70 പേർ പോയി വലിയ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് ഒന്ന് സന്തോഷിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ കീഴടങ്ങി, രോഗങ്ങൾ വിട്ടുമാറി, അല്ലെങ്കിൽ വലിയ സൗഖ്യം സംഭവിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഇതൊക്കെ സംഭവിച്ചു സന്തോഷിക്കുകയാണ്. പക്ഷേ കർത്താവ് പറയുന്നതാണ്, സൂക്ഷിപ്പിൻ, നിങ്ങളുടെ ശക്തിയല്ല, അതിൻ്റെ പിന്നിലെ ദൈവശക്തിയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചതിനാലേ അല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവശക്തിയാണ്. അവിടെയാണ് പലപ്പോഴും നമ്മൾ അന്ധരായി മാറുന്നത്. പലയിടത്തുമൊക്കെ നമ്മെ ദൈവം ഉപയോഗിക്കാറുണ്ട്. ആ ഉപയോഗിക്കുമ്പോൾ അത് എൻ്റെ മിടുക്കാണ്, എൻ്റെ കഴിവാണ്. നോ, നെവർ പ്രിയമുള്ളവരെ. നമ്മെ അവിടെ ഉപയോഗിച്ചു. സൃഷ്ടിയിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തി പ്രിയമുള്ളവരെ, അതാണ് അവിടെ ഈ ഒരു അത്ഭുതത്തിന് നിദാനമായി തീർന്നത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം 20ാമത്തെ വാക്യത്തിൽ, ദൈവം നിങ്ങൾക്ക് ചെയ്തു തന്നതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. റിജോയ്സ് ഇൻ വാട്ട് ഗോഡ് ഹാസ് ഡൺ ഫോർ യു. നിങ്ങൾക്ക് ദൈവം ചെയ്തു തന്നതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക.
എന്താണ് ദൈവം എനിക്ക് ചെയ്തു തന്നത്? എന്താണ് ആ ദൈവത്തിൻ്റെ സാമീപ്യം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവം നടത്തിയ വിധങ്ങൾ, പ്രാർത്ഥിക്കുവാൻ നൽകിയ ബലം, ശുശ്രൂഷ ചെയ്യുവാൻ നൽകിയ ബലം? ഓ ദൈവമേ, കോടാനുകൂടി സ്തോത്രമപ്പ, കോടാനുകൂടി സ്തോത്രം. അങ്ങേക്ക് നന്ദി. അടിയൻ്റെ ജീവിതത്തെ അങ്ങ് ഉപയോഗിച്ചതിന്, അടിയാളുടെ ജീവിതത്തെ ഉപയോഗിച്ചതിന്, അടിയൻ്റെ കുടുംബത്തെ ഉപയോഗിച്ചതിന്, അടിയൻ്റെ സഭയെ ഉപയോഗിച്ചതിന്, അടിയങ്ങളുടെ ദേശത്തെ ഉപയോഗിച്ചതിന് കർത്താവേ, അങ്ങേക്ക് കോടാനുകൂടി നന്ദി എന്ന് പറയുവാൻ കഴിയണം. അതിൽ സന്തോഷിക്കുക, റിജോയ്സ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിത വിജയങ്ങൾക്ക് പിന്നിൽ ദൈവമെന്ന ശക്തിയാണ്, ദൈവം നൽകിയ ഭാഗ്യമാണ്, ദൈവം നൽകിയ അവകാശമാണ്. ദൈവം നമുക്കായി ഒരുക്കിയിട്ടൊരു വലിയ ഭാഗ്യം ജീവിതത്തിൽ സ്വീകരിക്കാമോ പ്രിയമുള്ളവരെ? അത് ഏറ്റവും ഹൃദ്യമാണ്, ധന്യമാണ് പ്രിയമുള്ളവരെ. 4 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. കർത്താവിലെ വിശ്വസിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ ദൈവം നൽകിയ 4 ഭാഗ്യങ്ങൾ. 1, പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം. 2, ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം. 3, ദൈവിക കരുതലും സംരക്ഷണവും. 4, ജീവിതത്തിലെ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനുള്ള ഒരു ഭാഗ്യം. നമ്മെ ജാഗ്രതപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ. 1, ദൈവം നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും പ്രിയമുള്ളവർ നിങ്ങൾ സ്വയം അഹങ്കരിക്കരുത്. ക്രിസ്തുവിൽ സന്തോഷിക്കുക, ആശ്രയിക്കുക. 2, ദൈവത്തിൻ്റെ ബലത്തിൽ മാത്രം, ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം സന്തോഷിക്കുക. അത് ദൈവം നമ്മോട് പറയുന്ന ജാഗ്രതപ്പെടുന്ന സന്ദേശമാണ്. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്ന ജീവിതമല്ല, ദൈവത്തിനായി പ്രയോജനപ്പെട്ട് അവസാനം നിങ്ങളുടെ ജീവിതത്തെ തീരുന്ന അനുഭവം. ഒരു തിരി പോലെ, അല്ലെ, ഒരു മെഴുകുതിരി പോലെ അത് സ്വയം ഉരുകി പ്രകാശിച്ച് ക്രിസ്തുവിനോടൊപ്പം ചേരുന്ന ഒരു ധന്യമായ ജീവിതം. ഒരു മെഴുകുതിരിയെ നാം ഒരു ചെറിയ മരക്കഷ്ണത്തിൽ കത്തിച്ചു വയ്ക്കുകയാണ്. ആ മരക്കഷ്ണം എന്ന് പറയുന്നത് ഓർക്കുക, ക്രിസ്തുവാകുന്ന ഒരു പാറ. ആ മെഴുക് ഉരുകി ആ മരക്കഷ്ണത്തോട് ചേരുന്ന ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അത് ചേർന്ന് മറ്റുള്ളവർക്ക് പ്രകാശം നൽകി. ഈ പലകയോട് അല്ലെങ്കിൽ ഈ മരക്കഷ്ണത്തോട് അത് ഒട്ടിച്ചേരുന്ന ഒരു അനുഭവം. നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് പ്രകാശം നൽകി നാം എന്താണ്, ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമായി തീരട്ടെ. അതിനായി കർത്താവ് നമ്മെ ഇവരെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂടാതെ എത്ര പേരെയാണ് തൻ്റെ വേലയ്ക്കായിട്ട് നിയോഗിച്ച് അയച്ചത് എന്ന് സുവിശേഷ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, തൻ്റെ 12 അപ്പോസ്തലന്മാരെ കൂടാതെ എത്ര പേരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തതെന്നാണ് ഇന്ന് നാം ധ്യാനിച്ച വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളെ സ്പർശിച്ചു എങ്കിൽ ഈ വചനം മറ്റുള്ളവർക്കായി നിങ്ങൾ പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. അതിലൂടെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥനയിൽ മുന്നേറാം. കർത്താവിന് ഉപയോഗപ്പെടുന്ന ജീവിതങ്ങളാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ഞങ്ങളുടെ ആശ്രയവുമായിരിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഏറ്റവും ധന്യമായി അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത വിളയ്ക്കായി സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിത നാളുകൾ ഞങ്ങൾ ഉപയോഗപ്പെടാത്ത ജീവിതങ്ങളായിട്ടല്ല, തുരുമ്പ് പിടിച്ച് നശിക്കുന്ന ജീവിതങ്ങളായിട്ടല്ല, ദൈവത്തിനായി പ്രയോജനപ്പെടുന്ന ജീവിതങ്ങളായി മാറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഈ ക്രിസ്തീയ ജീവിതത്തെ ദൈവം നൽകിക്കുന്ന 4 ഭാഗ്യങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം അപ്പ, കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള ഭാഗ്യം, അങ്ങ് നൽകുന്ന സംരക്ഷണവും കരുതലും പിതാവേ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെക്കുള്ളിൽ തന്നിരിക്കുന്ന ദൈവിക ശക്തി, ഈ 4 നന്മകളും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വലിയ ചെയ്യുവാൻ, അങ്ങിൽ നിന്ന് വലിയ പ്രതീക്ഷിപ്പാൻ സഹായിക്കണം. വചനം ശ്രവിച്ച എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിന്റെ മക്കളോട് കൂടിയിരിക്കട്ടെ. നന്ദി പിതാവേ. ഈ ചാനലിൽ പിന്നെ പ്രവർത്തിക്കുന്ന യുവ സഹോദരങ്ങളുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ മാസം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹപൂർണ്ണമാക്കണമേ. ആപത്തനർത്ഥ രോഗപ്രയാസമൊക്കെ വിടുവിച്ച് കർത്താവെ, അവിടെ ഞങ്ങളെ ഉപയോഗിക്കുന്ന അവിടത്തിൽ നിന്ന് നന്മകൾ, അത്ഭുതങ്ങളെ കർത്താവെ, അമേ കർത്താവെ, കാണുന്ന അനുഭവിക്കുന്ന ഒരു മാസമാക്കി തീർക്കണമേ. തിരുക്കൃപ നീളായി കൂടിയിരിക്കട്ടെ. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിന്റെ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നവർക്ക് ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നതല്ലോ.
ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവത്തിന്റെ കൃപാനുഗ്രഹം, സമാധാന സന്തോഷം നാം ഏവർക്കും ഈ ഒരു മാസക്കാലം തുടർന്ന് ജീവിതം സർവദാ കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയരെ, ദൈവത്തിന് പ്രയോജനമുള്ള ജീവിതങ്ങളാകാം. കർത്താവ് നൽകിയിരിക്കുന്ന അവസരത്തെ പാഴാക്കാതെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിലെ ഭാഗ്യങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും ദൈവനാമമഹത്വത്തിനായി ഉപയോഗിക്കാം. ദൈവം നമ്മെ ഒരുക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.